ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെയധികം കൊട്ടിഘോഷിക്കപ്പെട്ട് സർക്കാരിന്റെ വലിയൊരു നേട്ടമായി ഇതിനെ ചൂണ്ടിക്കാണിക്കാനാണ് പിണറായി സർക്കാർ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ദുരന്തം നടന്നിട്ട് നമുക്കറിയാം 2.5 വർഷത്തോളം എത്തുകയാണ്. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ദുരന്തബാധിതരെ പുനരധിവസിക്കാനുള്ള പ്രയാസം സർക്കാരിനുണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധിയാണ്. എന്നാൽ ചൂരൽമല ദുരന്തത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു വിഷയമേ ഉണ്ടായിട്ടില്ല. തുടക്കത്തിൽ തന്നെ ഈ ദുരന്തവുമായി ജനങ്ങൾ നൽകുന്ന ഫണ്ടുകൾ അതൊരു പ്രത്യേക അക്കൗണ്ടിൽ ചൂരൽമലയ്ക്ക് വേണ്ടി മാത്രം മുഖ്യമന്ത്രിയുടെ അക്കൗണ്ട് തുടങ്ങണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഗവൺമെന്റ് അംഗീകരിക്കുകയും പ്രത്യേകമായി ചൂരൽമലയ്ക്ക് വേണ്ടിയിട്ട് ഒരു അക്കൗണ്ട് ആരംഭിക്കുകയും ചെയ്തു. കേരളത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ ആ അക്കൗണ്ടിലേക്ക് വന്ന കണക്ക് തന്നെ ഏകദേശം 5-8 മാസങ്ങൾക്ക് മുമ്പ് 786 കോടി രൂപയാണ്. അതിനുശേഷം ബഹുമാന്യനായ MA യൂസുഫ് അലി സാഹിബ് ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് ഒരു 10 കോടി കൊടുത്തതായിട്ട് നമ്മൾ പത്രങ്ങളിൽ വാർത്തകൾ കണ്ടതാണ്. കേരള മുസ്ലിം ജമാഅത്ത് AP അബൂബക്കർ ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള വിഭാഗവും അതിനുശേഷം 2 കോടി കൊടുത്തതായിട്ട് നമ്മൾ കണക്കിൽ പത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ നിരവധിയായ ആളുകൾ ഈ 776 കോടിക്ക് ശേഷവും നിരവധിയായ കോടികൾ ആ ഫണ്ടിലേക്ക് വന്നതാണ്. ഏകദേശം 800 കോടി രൂപ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളും സമ്പന്നരായ ജനങ്ങളും എല്ലാം നൽകിയതാണ്. സ്കൂൾ കുട്ടികളടക്കം, കർഷകരടക്കം, മേച്ച് ജീവിക്കുന്ന ഒരു കുടുംബത്തിലെ സഹോദരി അടക്കം, കുട്ടികൾ അവരുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി സംഭരിച്ചു വെച്ചിരുന്ന സൈക്കിൾ വാങ്ങാനും അല്ലാത്ത കാര്യങ്ങളൊക്കെ സംഭരിച്ച് അവരുടെ കുടുക്കകൾ പൊട്ടിച്ച് നൽകിയ സംഭാവനകൾ, ഇതൊക്കെ കേരളീയ സമൂഹം നമ്മൾ കണ്ടതാണ്. ലോകത്തിന് തന്നെ മാതൃകയായിക്കൊണ്ടാണ് ഈ പണം മുഴുവൻ ഏകദേശം 2 മാസത്തിനുള്ളിൽ ഈ 800 കോടി രൂപ സർക്കാരിന്റെ കയ്യിലെത്തിയത്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 2.5 വർഷം കഴിഞ്ഞിട്ട് ഇത് പൂർത്തീകരിക്കുമ്പോൾ ആ ദുരന്തത്തിൽപ്പെട്ട ആളുകളുടെ അവസ്ഥ നമ്മൾ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. വീടും പറമ്പും കുടിലും എല്ലാം കൂടെ നഷ്ടപ്പെട്ടത് 403 ആളുകളെയാണ് സർക്കാർ കണക്കാക്കിയിരുന്നത്. ഇന്ന് 178 ആളുകൾക്കാണ് ഈ വീട് നൽകുന്നത്. ആ വീടിന്റെ കണക്കുമായി ബന്ധപ്പെട്ട ചെലവുമായി ബന്ധപ്പെട്ട നിരവധിയായ ചർച്ചകൾ ഇവിടെ നടന്നതാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇന്നലെയാണ് അവരുടെ 105 വീടുകളിൽ 50-ലധികം വീടുകൾ ഇന്നലെ കൈമാറ്റം ചെയ്തിട്ടുള്ളത്. ഈ 403 വീടുകളിൽ ഇന്ന് 178 വീടുകൾക്ക് അവകാശികളുള്ളൂ. മറ്റുള്ളവരൊക്കെ പല വഴിക്കും പോയി. സർക്കാർ അവിടെ വീട് ഏറ്റെടുക്കാത്ത ആളുകൾക്ക് നഷ്ടപരിഹാരമായി നൽകിയത് വെറും 15 ലക്ഷം രൂപയാണ്. ഇവിടെയാണ് ഈ കൊള്ളയുടെ ആസൂത്രണം ആരംഭിക്കുന്നത്. നമ്മുടെ കണക്കുകൾ വെച്ച് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ 800 കോടി രൂപ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 403 കുടുംബങ്ങൾക്കും ഏകദേശം 2 കോടി രൂപയോളം ഈ നഷ്ടങ്ങൾ സംഭവിച്ച കുടുംബങ്ങൾക്ക് അവർക്ക് നഷ്ടപരിഹാരമായി നൽകാനുള്ള പണം കേരളത്തിലെ ജനങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ പണം എങ്ങോട്ടാണ് പോയത്? കേവലം 15 ലക്ഷം രൂപ കൊണ്ട് ആ സർക്കാർ ഉണ്ടാക്കുന്ന വീടുകളിൽ താമസിക്കാൻ സാഹചര്യവശാൽ തയ്യാറാകാതെ മാറി നിന്നവരുണ്ട്. ആ മാറി നിന്നവർ ഇവിടുത്തെ മാധ്യമങ്ങളോട് പറഞ്ഞ വാർത്തകൾ നമ്മൾ കണ്ടതാണ്. അവർ ഒറ്റ കാര്യമാണ് പറഞ്ഞത്: ഞങ്ങൾ ദുരന്തത്തിൽപ്പെട്ടു, ഞങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടു, ഞങ്ങളുടെ കുടുംബം നഷ്ടപ്പെട്ടു, അച്ഛനമ്മമാർ നഷ്ടപ്പെട്ടു, മക്കളെ നഷ്ടപ്പെട്ടു, ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇനിയൊരു ദുരന്ത കോളനിയിൽ ഞങ്ങളെ കൊണ്ടുപോയി താമസിപ്പിക്കരുത്. വരാനിരിക്കുന്ന നാളുകളിൽ ഞങ്ങളുടെ മക്കൾക്കൊരു വിവാഹം പോലും ലഭ്യമാകില്ല. ഞങ്ങൾ താമസം ദുരന്ത കോളനിയിലാണ് എന്ന് പൊതുസമൂഹം വിലയിരുത്തപ്പെടും. അതുകൊണ്ട് ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തന്നാൽ ഞങ്ങൾ ഞങ്ങളുടേതായ വഴി നോക്കി ഞങ്ങൾ വീടും സംവിധാനങ്ങളും ഉണ്ടാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് പോലും ആ ആളുകളുടെ ആ ന്യായമായ ധാർമ്മികമായ അവരുടെ ആവശ്യം പോലും നിറവേറ്റപ്പെട്ടിട്ടില്ല. അവരൊക്കെ ഈ 15 ലക്ഷം രൂപ വാങ്ങി 4-5 സെന്റ് സ്ഥലം എവിടെയോ സംഘടിപ്പിച്ച് അവിടെ കൊച്ചു കുടിലെടുത്ത് താമസിക്കേണ്ട അവസ്ഥ ഈ 800 കോടി രൂപ കേരളത്തിലെ ജനങ്ങൾ കൊടുത്തിട്ടും ഉണ്ടായി എന്ന ദുഃഖസത്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇത് മാത്രമല്ല, വീടുകൾ മാത്രമല്ല ഇവർക്ക് നഷ്ടപ്പെട്ടു, അവിടെ കച്ചവട സ്ഥാപനങ്ങൾ, അവിടെ കൃഷിസ്ഥലങ്ങൾ, അവർക്കിനി ഒന്നും ബാക്കിയില്ല. അവരെയാണ് ഈ 15 ലക്ഷം രൂപ കൊടുത്ത് പിരിച്ചതും ഇന്ന് കേവലം 2 ബെഡ്റൂമിന്റെ വീടുകളിലേക്ക് ഇവരെ തള്ളിവിടുന്നതും ഈ പിണറായി ഗവൺമെന്റിന്റെ മനുഷ്യത്വരഹിതമായ പ്രവർത്തനമാണ്. 800 കോടിയുടെ ചെലവിൽ ഇന്ന് പറയുന്നത് 179 കോടി രൂപ ചൂരൽമലയിൽ ഈ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്തെ പുഴയിലെ കല്ലും ചളിയും നീക്കാൻ ചെലവഴിച്ചു എന്നാ പറയുന്നത്. വയനാട്ടിലെ ജനങ്ങൾക്കറിയാം, അവിടെ പോയി കണ്ട പത്രമാധ്യമങ്ങൾക്കറിയാം.
10 കോടി രൂപ പോലും അതിനുവേണ്ടി ചെലവഴിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഇതെല്ലാം ഞാൻ മുമ്പ് സൂചിപ്പിക്കുന്ന ഊരാളുങ്ങൾ സൊസൈറ്റിയെ ഈ സമൂഹത്തിന്റെ പൊതുമുതൽ കൊള്ളയടിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടും മനുഷ്യർ അവരുടെ മനസ്സിന്റെ അങ്ങേയറ്റം വേദനയിൽ ഈ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് കൊച്ചു കുട്ടികൾ തുടങ്ങി വൃദ്ധർ വരെ അവരുടെ സമ്പാദ്യത്തിൽ നിന്ന് 100 രൂപയും 500 രൂപയും 1000 രൂപയും 10,000 രൂപയും നൽകിയ പണമാണ് ഈ 800 കോടി. ഒരു മനുഷ്യത്വവും ഇല്ലാതെയാണ് ഗവൺമെന്റ് ഈ വിഷയത്തെ ഈ നിമിഷം വരെ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് ഈ മനുഷ്യരെ പുനരധിവസിപ്പിക്കുക എന്നതിനെ കുറിച്ച് ഗവൺമെന്റിന് പ്രത്യേകിച്ച് ഒരു കണക്കില്ല. ഒരു വീടുണ്ടാക്കി കൊടുത്ത് ഇവരെ വീണ്ടും ദുരന്തത്തിലേക്ക് തള്ളിവിടുന്ന ആ മാനസികാവസ്ഥ ഇവിടെ നിലനിൽക്കുകയാണ്. സർക്കാർ അന്ന് പറഞ്ഞിരുന്നത് ഇവർക്ക് ജീവിച്ചിരിക്കുന്നവർക്ക് സർക്കാർ മേഖലകളിൽ ഇവർക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞു. ഒരാൾക്കും തൊഴിൽ കൊടുത്തതായിട്ട് നമ്മൾ അറിഞ്ഞിട്ടില്ല. മാത്രമല്ല, ഇവരിൽപ്പെട്ട ഈ ദുരന്തത്തിൽപ്പെട്ട നിരവധിയായ വിദ്യാർത്ഥികൾ അവരുടെ വിദ്യാഭ്യാസം പരിപൂർണമായും മുടങ്ങിക്കിടക്കുകയാണ്. പലരും കോളേജിൽ ഫീസ് അടക്കാതെ അവർക്ക് കോളേജിൽ പോകാൻ കഴിയാതെ വിദ്യാഭ്യാസം നടുവിൽ നിർത്തിയിരിക്കുന്നു. ഇതിനെ പല സംഘടനകളും സിദ്ദീഖ് MLA ഉൾപ്പെടെയുള്ള പലരും ഏറ്റെടുത്താണ് പല വിദ്യാർത്ഥികളെയും ഇപ്പോൾ അവിടെ പഠിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിരവധിയായ രോഗികൾ ഏകദേശം ഒരു 6 മാസം മുമ്പ് ഞങ്ങൾ വയനാട്ടിലെ ഈ ദുരന്ത കുടുംബങ്ങളെ നമ്മൾ സന്ദർശിക്കുമ്പോൾ അവിടുന്ന് അവർ പറഞ്ഞ സങ്കടകരമായ കാര്യങ്ങൾ എന്ന് പറയുന്നത് നിരവധിയായ ഡയാലിസിസ് രോഗികൾ ഇവരുടെ കൂട്ടത്തിലുണ്ട്, ക്യാൻസർ പേഷ്യൻസ് ഉണ്ട്. ഇവർക്കൊക്കെ ചികിത്സ സൗജന്യമാക്കും എന്ന് ഗവൺമെന്റ് അന്ന് പറഞ്ഞിരുന്നു. ഒരു സൗജന്യവും കിട്ടിയിട്ടില്ല. അവർക്ക് ചികിത്സ കിട്ടാനുള്ള ഒരു ഇടപാടുകളും ആദ്യത്തെ 3 മാസം കഴിഞ്ഞതിന് ശേഷം ഗവൺമെന്റ് ഇടപെടുകയോ അല്ലെങ്കിൽ അവർക്ക് ആശ്വാസം നൽകുകയോ ചെയ്തിട്ടില്ല. ഈ ഒരു ഘട്ടത്തിൽ ഇത്രമാത്രം കോടികൾ കൊള്ളയടിക്കപ്പെട്ട ഒരു ദുരന്ത നിവാരണം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടാകില്ല. കേരളത്തിലെ ജനങ്ങൾ ഇത് കൃത്യമായി മനസ്സിലാക്കണം. ഇന്ന് ആ സദസ്സിലുണ്ടായ അഡ്വക്കേറ്റ് ടി സിദ്ദീഖ് MLA-ക്കെതിരെ ഉണ്ടായ കൂവി വിളികൾ നമ്മൾ കണ്ടതാണ്. ആരാണ് ഈ കൂവിയത്? ആരാണ് ഇതിന് വഴിയൊരുക്കിയത്? ഒരു ജനപ്രതിനിധി, അതും ഈ ദുരന്ത ഭൂമിയിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അപ്രീഷിയേറ്റ് ചെയ്തൊരു MLA ആണ് ടി സിദ്ദീഖ് എന്ന് പറയുന്നത്. ദുരന്തത്തിന്റെ 1-ാം ഘട്ടം തുടങ്ങി അത് അവസാനിക്കുന്ന ഘട്ടം വരെ ഈ മനുഷ്യരുമായി ഇടപെട്ട് തന്നാൽ കഴിയുന്ന രീതിയിൽ അത് ഇടപെട്ട ഒരു വ്യക്തിത്വത്തിന്റെ ഉടമ കൂടിയായിരുന്നു ടി സിദ്ദീഖ്. ആ ടി സിദ്ദീഖിനെയാണ് ഇന്ന് ഇവർ ഏർപ്പെടുത്തിയ PR ടീമിന്റെ കൂവലിന് ഈ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വിധേയമായത്. യഥാർത്ഥത്തിൽ ആ കൂവൽ ടി സിദ്ദീഖിനെതിരായിട്ടല്ല കേരളത്തിലെ ജനം കണക്കാക്കാൻ പോകുന്നത്. ഇതിന് ഏർപ്പാടുണ്ടാക്കിയ PR ഏജൻസിയെ, ഇതിന് അപ്പോയിന്റ്മെന്റ് ചെയ്ത കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ അക്കൗണ്ടിലേക്ക് ഇത് പോകും. ഇതെല്ലാം ജനങ്ങൾ കാത്തിരിക്കുകയാണ്. 2 മാസം കൂടിയാണ് ഈ ആഭാസന്മാരുടെ ഭരണം ഇനി കേരളത്തിൽ തുടരാൻ പോകുന്നത്.